ഉണ്ടാക്കുന്നത് ചിക്കന്റെ ബ്രസ്റ്റ് ഉണ്ട് നമ്മുടെ കോഴിയുടെ. ഇതിന് ആക്ച്വലി ഞാനേ കുവൈറ്റിലൊരു റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തപ്പോൾ അവിടെ മാത്രം കണ്ടിട്ടുള്ളൂ. ഇതിന്റെ പേര് അവരിട്ടിരുന്നത് സിങ്കി ചിക്കൻ എന്നാണ്. സിങ്കി ചിക്കൻ. സിങ്കി ചിക്കൻ ഒരു പ്രത്യേക പേരാണ്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ പിള്ളേർ ഭയങ്കരമായിട്ട് കഴിക്കും. ലോലിപോപ്പിനേക്കാളും ടേസ്റ്റാണ് ഇതിന്. നമുക്ക് നോക്കാം സിങ്കി ചിക്കൻ. അപ്പൊ നമ്മള് കണ്ടോ ചിക്കന്റെ ബ്രസ്റ്റ് നമ്മുടെ വീട്ടിലത്തെ ബ്രോയിലർ കോഴി. ഇതിന് ബ്രസ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ലെഗ് പറ്റില്ല. ലെഗ് ഉപയോഗിച്ചാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ബോൺലെസ് വേണം. അപ്പൊ ഇതിനെ നമ്മള് ഇതിങ്ങനത്തെ ഈ ബാംബൂ സ്ക്യൂർ ഓർക്കാനുണ്ട പാത്രത്തിൽ നമ്മള് മുറിക്കണം അതിനെ. അതെ, ഇതൊക്കെ കടകളിൽ കിട്ടും, സുലഭമായിട്ട് കിട്ടും. ഇത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ രീതി മതി കറക്റ്റ് കേറി പോവാനായിട്ട്. ചിക്കന് പക്ഷെ ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് കേട്ടാ. ഇങ്ങനത്തെ ഈ നമ്മുടെ വിരലിന്റെ പോലെയെന്ന് വേണം, ഫിംഗറിന്റെ പോലെ. കുറച്ച് തടി ഇരുന്നോട്ടെ ഫ്രഞ്ച് ഫ്രൈസിനെ. തടി വേണം. തടി മതി. ഇട്ടോളൂ ഇട്ടോളൂ. ചിക്കൻ വിരലിന്റെ പോലെ എന്താ പറയാ. അപ്പൊ ഇനി അടുത്ത പരിപാടിയിലേക്ക് ആള് കയ്യോറ കിട്ടു. കയ്യോറ ഓപ്പറേഷൻ മുളകൊക്കെ കൈവായി ചിലപ്പോൾ നീര് പോവും. നമ്മൾ അതിനെ ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. ചെറിയ മിക്സി ബൗളായാലും മതി. അപ്പോൾ നമ്മൾ ഇത്രയും ചിക്കനിലേക്ക് ഒരു കോഴിമുട്ട കണക്കാക്കിയിട്ട് ഒഴിക്കുക. ഒരു കോഴിമുട്ട ഒഴിച്ചു. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്. ഏത് കമ്പനിയായാലും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. ഒരു ടീസ്പൂൺ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. മനക്കണക്ക് വെച്ചിട്ടില്ല, ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ. ഇതിപ്പോൾ കുറച്ച് ചിക്കൻ അല്ലേ നമുക്കുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് ചില്ലി പൗഡർ. ഉള്ളിൽ കയറി പോകാൻ ബുദ്ധിമുട്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാ. ഇത് സാധാ ചില്ലി പൗഡറാണ്. കുറച്ച് കളറുള്ള പൊടിയാൻ കുഴപ്പമില്ല, അധികം വേണ്ട. പേരിട്ടാ മതി. കൂടുതൽ വേണേൽ നമുക്ക് കൂടുതലാം. ഇക്ക സൂപ്പർവൈസ് ചെയ്തോളൂ. നമുക്ക് കുറച്ച് ഗരം മസാല വേണം. സാധാ ഗരം മസാല കുറച്ച്, അതും കുറച്ചിട്ടുള്ളൂ, 2-3 നുള്ള്. കാരണം നമുക്ക് ഇത്രയും ചിക്കനല്ലേ ഉള്ളൂ. കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി മതി. ഇനി ഒരു മെയിൻ സാധനം ഉപ്പ്. ഉപ്പ് ആവശ്യത്തിന്. അതിന്റെ കണക്ക് അതെ, ഉപ്പ് ആവശ്യത്തിന്. ഈ ചിക്കനിലേക്ക് അതെ മതി. ഇനി ഇത് കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിനാണ് ഗ്ലൗസ് ഇട്ടത്, മനസ്സിലായില്ലേ? ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ലേ. ഇനി ഇതിലേക്ക് അജുവിൻ്റെ കുറച്ച് കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ടാ. ഇത്രയും ക്വാണ്ടിറ്റി മസാലയിലേക്ക് പൊടിക്ക് കൂടി ഇട്ടുള്ളൂ. എൻ്റെ കണക്ക് 1 ടീസ്പൂണായി. മതി. ഓക്കെ, ശരി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം വീണ്ടും. അതെ, അനുഗ്രഹം കിട്ടി. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സായി, നമ്മുടെ മസാല റെഡിയായി. ഉപ്പിൻ്റെ ആൾ ഞാനല്ല, അപ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുന്നത്. അതെയാ. ഇനി നമുക്കൊരു കാര്യം, ഈ ചിക്കൻ ഉണ്ടല്ലോ ഇടാം, മിക്സ് ചെയ്യാം കേട്ടോ. ഈ ചിക്കൻ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ പതുക്കനെ മിക്സ് ചെയ്തിട്ട് ഇപ്പം ചിക്കൻ ഇത് നന്നായിട്ട് പരട്ടി വയ്ക്കാം. ആക്ച്വലി ഇത് 1 മണിക്കൂർ നമ്മൾ പരട്ടി വെക്കണം ശരിക്കും. അതെ, ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പരട്ടി 1 മണിക്കൂർ വയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചുകൂടി ലിക്വിഡായിട്ട് തോന്നുമ്പോഴേ
എന്താ ഈ കോൺഫ്ലവർ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു ഉദ്ദേശിച്ച കളറ് വരണമെങ്കിൽ ചുമന്ന കളർ വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല കളറുള്ള കാശ്മീരി നമ്മളിപ്പോൾ കളറൊന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഞാൻ ഇതിൽ മുളക് പൊടി ഉണ്ട് കേട്ടോ. അതല്ലേ കളർ വേണമെങ്കിൽ മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. അതാണ് മെയിനായിട്ട് നമ്മള് ഒരു സംഗതി ഇങ്ങനെ ഇട്ട് തരുന്നു, അതിനെ എങ്ങനെയൊക്കെ രീതിക്ക്. എനിക്ക് തോന്നുന്നതേ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് കോൺഫ്ലവർ ആഡ് ചെയ്യാം, ഒരു പിടിക്കാൻ, അല്ലെങ്കിൽ ലൂസായിട്ട് കിടക്കും. അതെ 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 ഇപ്പൊ കറക്റ്റ് അത് മതി. ഈ 1 മണിക്കൂർ നമ്മൾ വെക്കണില്ല, 10-15 നേരം വെക്കാം. ഇപ്പൊ കണ്ടേ ഒന്ന് സെറ്റ് ആവും. ഇപ്പൊ വല്ല ഇത് തേച്ച് പിടിപ്പിച്ച് വല്ല തൃശ്ശൂർക്കൊക്കെ പോണെന്ന് വിചാരിക്കുക. അപ്പൊ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല. അതെ അതെ പിറ്റേ ദിവസം കുഴപ്പമില്ല, കുറച്ച് ദൂരത്തേക്കും പോവാം, തൃശ്ശൂർക്ക് ആക്കണ്ട. എന്നിട്ട് പിന്നെ തണവ് ഇട്ടിട്ട് പണി തുടങ്ങാറുണ്ട്. അതെ ഇല്ല കുഴപ്പമില്ല. 1 മണിക്കൂർ വെക്കുന്ന ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഇല്ലില്ല 1 മണിക്കൂർ പുറത്തേക്ക് വെച്ചാൽ. പിന്നെ മുളക് ഇങ്ങനെ അടിക്കുമ്പോൾ എരിവ് കൂടില്ലേ? അങ്ങനെയൊന്നുമില്ല. മുളക് കൂടുമ്പോ പച്ചമുളക് ചുവന്ന മുളകല്ല ഇട്ടിരിക്കണേ. അതെ അപ്പൊ പൊടി കളറിന് വേണ്ടി അത് കൂടുമ്പോ അതിന് കാശ്മീരി ചില്ലി പൗഡർ ഇടണം. അപ്പൊ എരിവ് കുറവായിരിക്കും. ഹോട്ടലുകളിൽ ചിലപ്പോ അവര് കളറൊക്കെ ഉണ്ടാവും. അത് ഹോട്ടലിൽ ചുമന്നിട്ടാ കിട്ടുക, ചിക്കൻ 65 കളറിലൊക്കെ കിട്ടുക. ഇതിപ്പോ നമുക്ക് ഒരു 15 മിനിറ്റ് നേരം വെക്കാം. 15 മിനിറ്റ് വെക്കാം. ഇത് കുരുമുളക് പൊടി ചേർക്കണവരുണ്ട്? ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ ഓൺ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അല്ല, ഒരു സത്യം പറഞ്ഞ ഒരു ബേസിക് റെസിപ്പി ഉണ്ടാവും എല്ലാ ഡിഷിനും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഓൺ റെസിപ്പിയൊക്കെ നമ്മൾ മാറ്റുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് 15 മിനിറ്റ് നേരമായിട്ട് അത് വെച്ചിട്ട് അപ്പൊ നമ്മള് തീ കത്തിക്കാണ്. ഇനി ഫ്രൈ ചെയ്യാൻ പോണേ. അതെ ഗ്യാസ് ഓണല്ലേ? കത്തി ഇതിലാണ് ഫ്രൈ ചെയ്യുന്നേട്ടാ. അടുപ്പത്ത് വെച്ചു. കുറച്ച് ഡീപ്പായിട്ടുള്ള പാത്രമാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇത് കംപ്ലീറ്റ് മുങ്ങി കിടക്കണം നമ്മളെ ചിക്കൻ കോർത്തതിന് ശേഷം. കുഴപ്പമില്ല, ഇത് പെർഫെക്റ്റാ. ഇത് ശരിക്കും പൊക്കോളും. ഇതിനിപ്പോ വറക്കാനായിട്ട് എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലത് ഏതാണ്? നല്ലത് ആക്ച്വലി റിഫൈൻഡ് ഓയിൽ, അതായത് വേറെ ഫ്ലേവറുകളൊന്നും ഇല്ലാത്തത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് നാടൻ ടേസ്റ്റ് കിട്ടും. സൺഫ്ലവർ ഓയിൽ ഇവിടെ ഇല്ല. സൺഫ്ലവർ ഓയിൽ വാങ്ങിയുമ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാവുന്നുള്ളൂ അല്ലേ? അതൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ആകെ ലൈറ്റ് ഇട്ടപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആമ്പാറ്റകളുടെ ഒരു ടീം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് കോർക്കാണ് കേട്ടാ. ഈ കോലുമ്മ കോർക്കാണ്. ചിക്കൻ കോലുമ്മ ചിക്കൻ കോർക്കണം. കറക്റ്റ് കോർത്ത് വെച്ചു. ഇതുപോലെ കോർത്ത് നമ്മൾ ചിക്കൻ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ഞാൻ കൈമ ആക്കണ്ട വെച്ചിട്ടാ. അതെ അതെ അതിന്റെ തല മോൾ വശത്തിരി കനം കുറവുണ്ട്. അതിന് നമ്മൾ പീസുകൾ കുറച്ച് കനമുള്ള പീസുകളാണെങ്കിൽ കറക്റ്റായിട്ട് വരും. ഇത് എന്നാലും ഇത് കുഴപ്പമില്ല, ഇത് നന്നായിട്ട് വരുന്നുണ്ട്. അല്ലാണ്ട് കനം കൂടിയാ എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കുറയുന്നു. കനം അധികം കൂടരുത്. ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. നഗറ്റിന്റെ റെഡി. ഈ പറഞ്ഞ പോലെ ജഗുന് നല്ല ഇഷ്ടമുണ്ടാവും. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ കിട്ടണമെങ്കിൽ പ്രസാദിനൊരു ചാനലുണ്ട് കേട്ടോ. പ്രസാദിന്റെ ഫുൾ നെയിം കൃഷ്ണപ്രസാദ് അല്ല, ശിവപ്രസാദ്. ശിവൻ കൃഷ്ണനായിന്നുള്ളൂ. ശിവപ്രസാദ് എന്നാണ് പേര്. അപ്പൊ പിന്നെ ആളുടെ മോള് ജാൻവി രണ്ടുപേരും കൂടിയിട്ടാണ് ചാനലുള്ളത് കേട്ടോ. അപ്പൊ ആ ചാനലിന്റെ ലിങ്ക് നമ്മള് SP ജാനി എന്നാണ് പേര്. SP ജാനി. ബാലസുബ്രഹ്മണ്യം അല്ല, നമ്മുടെ SP ആണ്, സൂപ്രണ്ടിന്റെ പോലീസ് ആണ്. എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ SP ഫോൺ ചെയ്തിട്ട് വിളിക്കും. പിന്നെ ആൾക്കാര് അല്ലല്ല, പിന്നെ SP തന്നെ സ്വയം ബുക്ക് ചെയ്യുന്ന കൂടി ഉണ്ട്. ഞാൻ സ്വയം ഒന്നും ബുക്കാറില്ല. ഇപ്പൊ കാണി അല്ല, SP പല മീനിങ് ഉണ്ട്. അപ്പൊ ആളെ ചാനല്
എങ്ങനെയാ പരിചയം? ഇത് നാടകത്തിലൂടെ നാടകമല്ല, നാടകമുണ്ട്. സുനിൽ സുഗതയുടെ കൂടെ വന്നിട്ടേ ഞാൻ സുനിൽ സുഗതയുടെ ഒപ്പം മിക്ക നാടകങ്ങൾക്കും പോകാറുണ്ട്, അപ്പൊ കാണാറുണ്ട്, അങ്ങനെ പരിചയപ്പെട്ടുള്ളൂ. സുനിൽ സുഗതയും ഈ മറ്റേ പ്രസാദും ഒരുമിച്ച് ബോംബെയിൽ ജോലി ചെയ്തു. ബോംബെയിൽ ഹോട്ടൽ ഫീൽഡ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പുള്ളി നമ്മുടെ സീനിയർ ആയിരുന്നു, എൻ്റെ മാനേജർ എന്നൊക്കെ പറയാം, ആ ലെവലിലായിരുന്നു. അത് ഏത് കൊല്ലത്തിലാ? 1997. ഇത് ഇതിലേക്ക് ഒറ്റയടിക്ക് ഇടുക എന്നുള്ള മാത്രമാണ്. ഇത് ശരിക്ക് ഇങ്ങനെയുണ്ട്, ഈ കോലടക്കം എടുക്കണം. അതെ, അവൻ ഈ സൈഡ് താന്നില്ല. അതൊരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്താൽ പോരെ. അതിന് കനം കുറഞ്ഞ ഇതാണ് കറക്റ്റ്. ഇപ്പം ഇട്ടിട്ടില്ലേ മൂന്നാമത്തെ ഈ സംഭവങ്ങളൊക്കെ ഇപ്പം ഇടുന്നുണ്ടല്ലോ, അത് കറക്റ്റ്. അതിൽ ഒരെണ്ണം വലുതായി പോയി. ഇത് പെർഫെക്റ്റ് ആണ്. എത്ര എണ്ണം എല്ലാവരും വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് പാവുന്നു. 2 ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ കരിയാണ്ടേ. ഹോട്ടലിലൊക്കെ വലിയ പാത്രം വലിയ പാത്രത്തിൽ ഒരുമിച്ചിട്ടിട്ട് അവിടെ ഹോട്ടലിൽ ഒരു പ്ലേറ്റിൽ 8 പീസാ കൊടുക്കുക. 8 സ്റ്റിക്ക്. അത് അത്യാവശ്യം അവർ ചാർജ് ചെയ്യും. 10-400 രൂപ ചാർജ് ചെയ്യും. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം മറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്ന് ക്രിസ്പി ആയിക്കോട്ടെ. ഇത് ബ്രെഡ് ക്രംസിൽ മുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇല്ല, ഇതിന്റെ റെസിപ്പി ഇതാണ്. ഇനി ബ്രെഡ് ക്രംസിൽ നമുക്ക് മുക്കിയിട്ടും വേറെ ചെയ്യാം. ഇതേ സാധനം തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം. ഈ കോല് ഫ്രൈ ആയാലും കുഴപ്പമില്ല. കോലിപ്പോ ഫ്രൈ കോലിപ്പോ ഏതാണ്ട് ഫ്രൈ ആയ പോലെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കോല് കയറ്റാൻ പറ്റൂലല്ലോ. ഇനി ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം റെസിപ്പി ഉണ്ടാക്കട്ടോ. പ്രോൺസ് ഉണ്ടല്ലോ, വലിയ പ്രോൺസ് ഇങ്ങനെ കുത്തി അതൊക്കെ ചെയ്യാം. ഇത് മസാല. പിന്നെ നമുക്ക് ഓണായിട്ട് ഇങ്ങനെ ചിന്തിക്കുക എന്തെങ്കിലും മസാല വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് അതൊക്കെ ചേർക്കാം. പിന്നെ പ്രോൺസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നന്നായിട്ട് ഫ്രൈ ആയി എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. ഒരു സോസ് അത് നമ്മൾ എടുത്തിട്ടുള്ള എന്താ പറയാ, ഹോട്ട് ചില്ലി ഗാർലിക് പെട്ടെന്ന് മറന്നുപോയി. ചില്ലി ഗാർലിക് സോസാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ബോട്ടിലൊക്കെ കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ സെൻറ്ററിൽ വയ്ക്കുക പ്ലേറ്റിൻ്റെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ആദ്യം നമ്മുടെ കണ്ണുകളാണ് കഴിക്കുക, പിന്നെ വായ ടേസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു അട്രാക്ഷൻ ആയിട്ട് നമുക്കിത് സരിത പറഞ്ഞ പോലെ പൂക്കളം ഇങ്ങനെ റൗണ്ട് വയ്ക്കുക. നീളം എന്തിന്? ഇത് നമ്മളിത് കട്ട് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തില്ലേ? ഇനിയുണ്ട്. അതെ, നമ്മളൊരു സെറ്റ് വെച്ചു. ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ആൾക്കാർക്ക് ഇതിങ്ങനെ ഒരെണ്ണം എടുക്കുക, ഡിപ്പ് ചെയ്യുക, കടിക്കുക, പിന്നെയും കടിക്കുക. ഇങ്ങനെ തരുന്നതിന് എത്ര രൂപ വാങ്ങിക്കുന്നത് ഹോട്ടലിലൊക്കെ? 400 രൂപ മേടിക്കും. അവിടെ ഞാൻ കുവൈറ്റിലത്തെ കാര്യമാണ് പറഞ്ഞിട്ടാ. ഇവിടെ ഇപ്പം നമുക്ക് ഇത് കണ്ടിട്ടില്ല ഞാൻ ഈ സാധനം. എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 കുട്ടികളും കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടി അമേരിക്കയിലാണ്, ഒരു കുട്ടി ലണ്ടനിൽ പോകാൻ. മകൻ എഞ്ചിനീയറാണ് ബാംഗ്ലൂർ. നമുക്കപ്പോൾ ഒരു 2 ബ്രസ്റ്റ് എടുത്തിട്ട് എത്ര പീസ് കിട്ടുന്ന? ഒരു 10-15 പീസോളം കിട്ടിയിട്ടുണ്ട്. യൂണിഫോമായിട്ട് കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതിൽ 20 എണ്ണം എന്തായാലും കിട്ടും. അതുകൊണ്ട് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത്രയ്ക്ക് കനം ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഇത്രയും കനം വേണ്ട. ഇതാണ് അതിന്റെ കറക്റ്റ് സൈസും പാകമൊക്കെ. ഇതാണ്. അതെ അതെ അതെ. അങ്ങനത്തെ ആകുമ്പോൾ 20 എണ്ണം എന്തായാലും കിട്ടും. അതെ, ഇതും ഇതിന്റെ ചുറ്റിനെ വയ്ക്കാം. അതെ. നല്ല രസമായിട്ട് കാണാൻ. ഇപ്പൊ ശരിക്കും പൂക്കളിട്ട പോലെ. കുട്ടികൾക്ക് കൊടുക്കാം. ഇത് കുട്ടികളുടെ അല്ല കേട്ടാ. കമാൺ ജഗു, ജാനി, കമാൺ മോളെ. ജാനി മോൾക്ക് സോസിൽ മുക്കിയിട്ട് കൊടുക്കുന്നത് ഞാൻ എരിവായിരിക്കും. അവള് ചിലപ്പോൾ കഴിക്കില്ല. പോരെ ഇടണ്ടാന്ന് ആദ്യം വേണ്ട. കമാൺ, ഇത് പിടിക്കൂ. ഇത് പിടിച്ചോളൂ. ഇത് മതിയാവും. മുക്കണ്ട. സോസിൽ മുക്കി അവള് കഴിക്കില്ല. സോസിൽ തൊട്ടല്ലേ?
സോസ് വേണ്ട. ഒരെണ്ണം എടുത്ത് കൊടുക്കും. സോസ് ഇല്ലാത്ത സോസില്ലാത്ത നോ സോസ്. സോസ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയൂ. ഗുഡ്. ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. അതെ, പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ വലിക്ക് കടി, ഒരു കടി ഒരു വലി അല്ലേ? ഫുൾ പീസ് പോകണം. അതെ. എനിക്ക് സോസ് ചേർക്കാണ്ട് കഴിക്കാനാണ് ഇഷ്ടം. രണ്ടും കുഴപ്പമില്ല. സോസ് ചേർക്കുമ്പോൾ ആ ഒരു ഗാർലിക്കിന്റെ വരുമ്പോഴേ വേറെ ഒരു ടേസ്റ്റ്. അപ്പൊ ഇക്ക എങ്ങനെയാ സാധനം? സൂപ്പർ, ഡിലീഷ്യസ്. അങ്ങനെ നമ്മുടെ പ്രസാദ് 2 സാധനങ്ങൾ പരിചയപ്പെടുത്തി. രണ്ടും അടിപൊളിയായിരുന്നു. ഇവിടെ വന്നേക്ക് എന്ത് തോന്നി? ആദ്യം തന്നെ അത് പറയട്ടെ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പോണ്ടി വരുമല്ലോ. ഇല്ല, നാളെ മതി. ഇവിടെ എന്താ പറയാ, ഈ ആംബിയൻസ് ഏറുമാടം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സമയം റെഡി ആവണം. വൈഫിനും കൂടി വന്നല്ലോ. താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷം. പ്രസാദിന്റെ ചാനല് നിങ്ങളെല്ലാവരും കാണാം. നമ്മള് ഈ മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എസ് പി ജാനി എന്ന് പറഞ്ഞ ചാനലാണ്. എല്ലാം ഉണ്ട് അല്ലേ? അറിയില്ല. അപ്പൊ നിർത്താണ് ഞങ്ങള്. അപ്പൊ നല്ലൊരു വൈകുന്നേരം തന്നതിനെ പ്രസാദിനും ഇക്കും നന്ദി. നന്ദി. വേണ്ടിയിട്ടാണ് അവർ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.